ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് കേരള PSCയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം. ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ നമ്മുടെ തൊഴിൽ വീതിയുടെ ഒരു പ്രഡിക്ഷൻ, കട്ട് ഓഫ് പ്രഡിക്ഷനും അതുപോലെ തന്നെ അവരുടെ അവലോകനമാണ്. നമുക്ക് എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ ടൈറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് പരീക്ഷിക്കാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷകൾ എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് സെപ്റ്റംബർ 27-ന് 2 പേപ്പറുകളിലായി PSC നടത്തിയ പരീക്ഷ ഉദ്യോഗാർത്ഥികളെ കാര്യമായി ബുദ്ധിമുട്ടിച്ചില്ല. എന്നാൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലുള്ള വികലമായ പരിഭാഷ പരീക്ഷയുടെ മാറ്റു കുറച്ചു. 1-ാം പേപ്പറിലെ ഇംഗ്ലീഷ്, മലയാളം, ഗണിത വിഭാഗങ്ങളിലെ ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് അതിലളിതമായി, അതായത് ഇംഗ്ലീഷ്, മാത്സ് അതുപോലെ തന്നെ മലയാളം ചോദ്യങ്ങളൊക്കെ വളരെ ലളിതമായെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പൊതുവിജ്ഞാന മേഖലയിൽ ചരിത്രവും കമ്പ്യൂട്ടർ കാര്യമായി പരീക്ഷിച്ചില്ല. എന്നാൽ സയൻസ് വിഭാഗത്തിലെ ചോദ്യങ്ങൾ ഉയർന്ന നിലവാരം പുലർത്തുന്നവയായിരുന്നു. ഭൂമിശാസ്ത്രവും ധനതത്വശാസ്ത്രവും അല്പം കടുപ്പമായി. കഠിനമായ പരീക്ഷ പ്രതീക്ഷിച്ചെത്തിയ ഉദ്യോഗാർത്ഥികളെ പരീക്ഷിക്കുന്ന വിധത്തിലായിരുന്നില്ല 2-ാം പേപ്പറും. നന്നായി തയ്യാറെടുത്തവരെ പരീക്ഷ നിരാശപ്പെടുത്തിയില്ലെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പക്ഷം. സാമാന്യബോധവും യുക്തിയും പ്രയോഗിച്ച് ഉത്തരങ്ങൾ നേടിയവർക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയിരിക്കില്ലെന്നാണ് പരീക്ഷാർത്ഥികൾക്കിടയിലെ പൊതു അഭിപ്രായം. മികച്ച മാർക്ക് സ്കോർ ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലാകാനാണ് സാധ്യത. അപ്പം തൊഴിൽ വീതിയുടെ കട്ട് ഓഫ് റേഞ്ച് പറയുന്നത് പേപ്പർ 1-ന്, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പേപ്പർ 1-ന് 60 മുതൽ 70 വരെ കട്ട് ഓഫ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മെയിൻസ് പരീക്ഷയുടെ പേപ്പർ 2-ന് തൊഴിൽ വീതി പറയുന്ന കട്ട് ഓഫ് റേഞ്ച് 58 മുതൽ 68 വരെയാണ്. അപ്പോൾ പേപ്പർ 1-നുള്ള കട്ട് ഓഫ് റേഞ്ച് എത്രയാണ് അവർ പറഞ്ഞിരിക്കുന്നത്? 60 മുതൽ 70 മാർക്കിനിടയിലാണ് കട്ട് ഓഫ് റേഞ്ച് പേപ്പർ 1-ന് തൊഴിൽ വീതി പറയുന്നത്. അതുപോലെ തന്നെ പേപ്പർ 2-ന് തൊഴിൽ വീതി പറയുന്നത് 58 മുതൽ 68 വരെയാണ് കട്ട് ഓഫ് റേഞ്ച് പറയുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ ഇത്രയുമാണ് പറയുന്നത്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയുടെ പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും ആൻസർ കീ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കൂട്ടുകാർ കാണാനുണ്ടെങ്കിൽ മാക്സിമം ഇത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേപ്പർ 1-നും പേപ്പർ 2-നും എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ തൊഴിൽ വീതിയുടെ കട്ട് ഓഫ് ഇതാണ്. ഒന്നുകൂടെ പറയാം, തൊഴിൽ വീതിയുടെ പേപ്പർ 1-ൻ്റെ കട്ട് ഓഫ് 60 മുതൽ 70 വരെയും പേപ്പർ 2-ന് 58 മുതൽ 68 വരെയുമാണ് പേപ്പർ 2-ൻ്റെ കട്ട് ഓഫും വരുന്നത്. അപ്പം നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷ എഴുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പരീക്ഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ പേപ്പർ 1-ഉം അത്യാവശ്യം നല്ല രീതിയിലുള്ള ടഫായിട്ടുള്ളൊരു എക്സാം തന്നെയായിരുന്നു. കാരണം അതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ സമയം കളയുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അത് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഒക്കെ കുറച്ച് ലളിതമായിട്ടാണ് ചോദിച്ചിട്ടുള്ളതെങ്കിലും GK പാർട്ടിയിൽ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. അതായത് നമ്മളെ സമയം കളയത്തക്ക രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നിരുന്നു. പേപ്പർ 2 ആണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ തോന്നുന്നു. പക്ഷേ എന്നിരുന്നാലും തൊഴിൽ വീതി പറയുന്ന കട്ട് ഓഫ് 60 മുതൽ 70 വരെ പേപ്പർ 1-നും പേപ്പർ 2-ന് 58 മുതൽ 68 വരെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് ലഭിച്ച മാർക്കും രേഖപ്പെടുത്തുക. ആൻസർ കീ പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണ്? ഇനി നമുക്ക് വേറൊരു അപ്ഡേറ്റിലോട്ട് പോകാം. നമ്മുടെ ചാനലിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷ എഴുതിയ കൂട്ടുകാർ ഒരുപാടുണ്ട്. അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഉൾപ്പെടെയുള്ള 3 തസ്തികകളിലേക്ക് സാധ്യതാ ലിസ്റ്റ് ഉടൻ എന്നാണ് പറയുന്നത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ വിവിധ ജില്ലകളിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഉൾപ്പെടെ 3 തസ്തികയിൽ സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എന്നാണ് പറയുന്നത്. അതായത് മറ്റു തസ്തികകൾ എന്ന് പറയുമ്പോൾ മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ കാഷ്യർ കം അക്കൗണ്ടൻറ്റ്. അതായത് നമ്മളിത് പറയാൻ കാര്യം, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ നമ്മുടെ ചാനലിൽ നിന്ന് ഒരുപാട് കൂട്ടുകാർ, നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് കൂട്ടുകാർ പരീക്ഷ എഴുതിയിട്ടുണ്ട്. 14 ജില്ലകളിൽ നടന്നൊരു എക്സാമാണ്. 2 ഘട്ടമായിട്ടാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം നടന്നത്. അതിൻ്റെ ഫൈനൽ ആൻസർ കീ കഴിഞ്ഞ ആഴ്ച PSC പുറത്തുവിട്ടിരുന്നു. അത് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു സാധ്യതാ ലിസ്റ്റ് ഉടനെ തന്നെ PSC വരും എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഓൾറെഡി അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഒരു 2021 ലിസ്റ്റ് ഉണ്ട്. അത് ഏകദേശം 3 വർഷം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രതീക്ഷിക്കാം. അപ്പം നമുക്കിനി വരും ദിവസങ്ങളിൽ ഷോർട്ട് ലിസ്റ്റ് പ്രതീക്ഷിക്കാം എന്നാണ് കരുതുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ. അപ്പം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെയൊക്കെ നമ്മൾ ഫൈനൽ ആൻസർ കീ ഇട്ടിട്ടുണ്ട്. അപ്പം ഒരു മാർക്ക് റേഞ്ചും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മളൊരു പോൾ നടത്തിയിരുന്നു. ആ പോൾ ഒരുപാട് കൂട്ടുകാർ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോക്കുക. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസംബർ മാസം 20 പരീക്ഷാ കൺഫർമേഷൻ 11 വരെയാണ്. ഡിസംബർ മാസത്തിലെ 20 പരീക്ഷാ കൺഫർമേഷൻ, അതായത് പ്രധാന പരീക്ഷകൾ എന്ന് പറയുമ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, വനിതാ
ഓഫീസർ തുടങ്ങിയ പരീക്ഷകളുടെയൊക്കെ പ്രധാനപ്പെട്ട പരീക്ഷകളുടെയൊക്കെ കൺഫർമേഷൻ ഇപ്പം അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് ഡിസംബറിലെ പരീക്ഷാ കലണ്ടറിൽ PSC പ്രസിദ്ധീകരിച്ചു. 37 കാറ്റഗറികളിലായി 20 പരീക്ഷകളാണ് ഡിസംബറിൽ നടത്തുക. അപേക്ഷകർക്ക് ഒക്ടോബർ 11 വരെ കൺഫർമേഷൻ നൽകാം കേട്ടോ. ഒക്ടോബർ 11 വരെ കൺഫർമേഷൻ നൽകാം. നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 3,41,000 പേര് അപേക്ഷകരായിട്ടുണ്ട്. പൊതുപരീക്ഷ ഡിസംബർ 20-നാണ്. നമുക്ക് പ്രധാന പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അത് കൂട്ടുകാർക്ക് കുറച്ചുകൂടെ ഉപകാരപ്പെടുമല്ലോ. ഫസ്റ്റ് തന്നെ അസിസ്റ്റൻറ്റ് സർജൻ ഓർ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആരോഗ്യം പരീക്ഷാ തീയതി 1/12/2025 15,839 പേര് അപേക്ഷകരായിട്ട് വന്നത്. അതുപോലെ തന്നെ അടുത്തത് വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസ് പരീക്ഷാ തീയതി 2/12/2025 5,113 പേര് പരീക്ഷ എഴുതാൻ അപേക്ഷകരായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 വാട്ടർ അതോറിറ്റിയിലെ 3/12/2025 പരീക്ഷാ തീയതി വരുന്നത്. കൺഫർമേഷൻ നൽകാനുള്ള അപേക്ഷ നൽകിയവർ 9,238 പേരാണ്. അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സ് ലൈബ്രറിയൻ ഗ്രേഡ് 2 മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ പരീക്ഷാ തീയതി 5/12/2025 പരീക്ഷ അപേക്ഷ നൽകിയവരുടെ എണ്ണം 1,271 പേരാണ്. അതുപോലെ തന്നെ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി കേട്ടോ. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ഫയർഫോഴ്സിലേക്ക് വേണ്ടുന്ന വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സർവീസസ് ട്രെയിനി. അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ പരീക്ഷ വരുന്നത് 6/12/2025 അത് തിരുവനന്തപുരം ജില്ലയിൽ അപ്ലൈ ചെയ്തവരുടെ എണ്ണം 32,731 പേരും. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ 23,052 പേരും, തൃശ്ശൂർ ജില്ലയിൽ 20,310 പേരും, പാലക്കാട് ജില്ലയിൽ 21,289 പേരും കേട്ടോ. പിന്നെ ഡ്രാഫ്റ്റ്സ്മാൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് പരീക്ഷാ തീയതി 8/12/2025 5,171 പേരും. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് 10/12/2025 അപ്ലൈ ചെയ്തവരുടെ എണ്ണം 13,465. പിന്നെ അത് വരുമ്പം പിന്നെ ഇനി മെയിനായിട്ട് വരുമ്പം ഏതാണ് മെയിനായിട്ട് വരുന്ന എക്സാംസ് അങ്ങ് പറയാമേ. ഇനി നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് മെയിനായിട്ട് വരുന്നൊരു എക്സാം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വന്യജീവി വകുപ്പിലെ നമ്മുടെ BFO ആണ്. BFOയുടെ പരീക്ഷാ തീയതി എന്ന് പറഞ്ഞാൽ 20/12/2025 കേട്ടോ. 20/12/2025. ഒരുപാട് നമ്മുടെ കൂട്ടുകാർ പരീക്ഷ എഴുതുന്നതാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ BFO 20/12/2025. ഇനി പരീക്ഷ അപ്ലൈ ചെയ്ത അപേക്ഷകരുടെ എണ്ണം നമുക്ക് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ 34,348 പേര്, കൊല്ലം ജില്ലയിൽ 21,287 പേര്, പത്തനംതിട്ട ജില്ലയിൽ 21,480 പേരും, കോട്ടയം ജില്ലയിൽ 12,107 പേരും, ഇടുക്കി ജില്ലയിൽ 23,759 പേരും, എറണാകുളം ജില്ലയിൽ 20,408 പേരും, തൃശ്ശൂർ ജില്ലയിൽ 14,326, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ 25,917, മലപ്പുറം ജില്ലയിൽ 17,316, കോഴിക്കോട് ജില്ലയിൽ 21,341, വയനാട് ജില്ല 15,655, കണ്ണൂർ എത്രയാണ് 15,275 പേരും, കാസർഗോഡ് 772 പേരും കേട്ടോ. ആകെ ഏകദേശം ടോട്ടൽ ഏകദേശം 3,41,000 പേര് അപേക്ഷിച്ചിട്ടുണ്ട്. ബൈ ട്രാൻസ്ഫറും എല്ലാം കൂട്ടിയാണേ. അപ്പം പരീക്ഷാ തീയതി ഓർത്ത് നോക്കണം 20/12/2025. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ മതി. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അടുത്തത് മെയിൻ ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ ഓഫീസ് അസിസ്റ്റൻ്റ് ആണ് കേട്ടോ. KTDCയിലെ ഓഫീസ് അസിസ്റ്റൻ്റ് ആണ്. 23/12/2025 പരീക്ഷാ തീയതി വരുന്നത്. അപേക്ഷകരുടെ എണ്ണം 24,418 പേരാണ് അപേക്ഷകരുടെ എണ്ണമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മെയിൻ പരീക്ഷകളായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കണം. നമുക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് ഏറ്റവും കൂടുതൽ കൂട്ടുകാർ എഴുതുന്നൊരു പരീക്ഷ. അപ്പം 20/12/2025 BFOയുടെ എക്സാം ഡേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കേരള PSCയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം നമ്മുടെ BFOയുടെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫെയർ ക്ലാസ്സസ് നമ്മൾ മന്ത്ലി ബേസായിട്ട് മന്ത്ലി കറണ്ട് അഫെയർ ആയിട്ട് ഇപ്പോൾ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ മാസത്തെയൊക്കെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫെയർസ് 2025 എന്ന പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവർ ഷോട്ട് കറണ്ട് അഫെയർസ്, മന്ത്ലി കറണ്ട് അഫെയർസ്, അതുപോലെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കറണ്ട് അഫെയർ ക്ലാസ്സിൽ നിന്നാണ് കഴിഞ്ഞ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം ആയിക്കോട്ടെ, ഏതൊരു എക്സാം
എക്സാം ആയിക്കോട്ടെ ഇതിനൊക്കെ മാർക്കുകൾ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർക്ക് നമ്മളോട് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഇനിയും പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക, മാക്സിമം ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ക്ലാസ്സുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കുറച്ച് അപ്ഡേറ്റ്സ് വന്നപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിപ്പിക്കണം എന്നുള്ളൊരു രീതി കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അപ്ഡേറ്റ്സുകൾക്കായും അതുപോലെ തന്നെ ക്ലാസ്സിനുമായി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുന്നതും കാര്യവും ഒന്ന് മറക്കരുതേ. അപ്പോൾ താങ്ക് യു ഓൾ.